ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പിന്നെയും ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വരുവാൻ കർത്താവ് കൃപ നൽകിയല്ലോ. എല്ലാ പ്രിയപ്പെട്ടവരും ദൈവകൃപയാൽ സന്തോഷത്തോടെ ഇരിക്കുന്നുവെന്ന് കർത്താവിൽ വിശ്വസിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ പിന്നെയും കർത്താവ് വലിയ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. നാം അത് വിശ്വസിച്ചാൽ മാത്രം മതി. കർത്താവിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ കാലയളവിൽ ഗന്നേസരത്ത് തടാകത്തിൻ്റെ അരികിൽ വലിയ പുരുഷാരം തന്നെ അനുഗമിക്കുന്നത് കണ്ടുകൊണ്ട് അവരോട് സുവിശേഷം അറിയിക്കുവാൻ എത്തിച്ചേർന്നു. നോക്കിയപ്പോൾ ആ തടാകത്തിൻ്റെ തീരത്ത് 2 വള്ളങ്ങൾ മീൻപിടുത്തം കഴിഞ്ഞ് വള്ളം ക്ലീനാക്കുകയും വല കഴുകുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൽ ഒരു പടക് തനിക്ക് അല്പസമയത്തേക്ക് വിട്ടുതരുമോ എന്ന് യേശു അതിൻ്റെ ഉടമസ്ഥനായ പത്രോസിനോട് ചോദിക്കുവാനിടയായി. മനസ്സോടാണോ മനസ്സില്ലാതെയാണോ നമുക്കറിയില്ല. എന്തായാലും പത്രോസ് അല്പസമയത്തേക്ക് തൻ്റെ പടക് യേശുവിന് വിട്ടുകൊടുക്കുവാൻ സന്നദ്ധനായി. ഇതാ, തൻ്റെ പടകിൽ യേശു കയറിയാൽ അത് തൻ്റെ ജീവിതത്തിന് അനുഗ്രഹമായി തീരുമോ എന്നൊന്നും പത്രോസിന് അന്നേരം അറിയില്ലായിരുന്നു. എന്തായാലും യേശു ആ പടകിൽ കയറി അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളോട് സുവിശേഷം അറിയിച്ചു. ആ സുവിശേഷ പ്രസംഗം കഴിഞ്ഞപ്പോൾ യേശു പത്രോസിനോട് പറഞ്ഞു, പത്രോസേ, നിൻ്റെ പടക് നീ കടലിലേക്ക് നീക്കി ആഴത്തിലേക്ക് നിൻ്റെ വല ഇറക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ പത്രോസ് പറഞ്ഞത്, കർത്താവേ, ഞാൻ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും എനിക്കൊന്നും കിട്ടിയില്ല. എങ്കിലും നിൻ്റെ വാക്കിന് ഞാൻ വല ഇറക്കാം എന്ന് പത്രോസ് പറഞ്ഞു. പത്രോസ് നിരാശനായിരുന്നുവെന്ന് ആ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാം. കാരണം രാത്രി മുഴുവൻ അധ്വാനിച്ചവനാണ്, ഒന്നും കിട്ടിയില്ല. നിരാശയോടെ എങ്ങനെ വീട്ടിലേക്ക് പോകുമെന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് യേശു പറഞ്ഞത്, ആഴത്തിലേക്ക് വലയിറക്കുവാൻ പത്രോസിനോട് യേശു ആവശ്യപ്പെട്ടത്. എന്തായാലും ആ കർത്താവിൻ്റെ വാക്ക് വിശ്വസിച്ച് പത്രോസ് വലയിറക്കി. പ്രിയപ്പെട്ടവരെ, പത്രോസിൻ്റെ വല നിറയെ വലിയ മീൻകൂട്ടം അകപ്പെടുവാനിടയായിത്തീർന്നു. ഗലീല കടലിൻ്റെ അല്ലെങ്കിൽ ഗന്നേസരത്ത് തടാകത്തിൻ്റെ ആഴവും പരപ്പും മീനിൻ്റെ സാഹചര്യങ്ങളെല്ലാം വളരെ നന്നായി അറിയാവുന്ന പത്രോസ് അത്ഭുതപ്പെട്ടു പോയി. ഇങ്ങനെയൊരു മീൻപിടുത്തം പത്രോസിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ആ വല കീറാറാകുവോളം അതിൽ നിറയെ വലിയ മീൻകൂട്ടമുണ്ടായിരുന്നു. തന്നെ കൊണ്ട് മാത്രം അത് കരയ്ക്ക് കയറ്റുവാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ പത്രോസ് അടുത്തുണ്ടായിരുന്ന മറ്റുള്ള പടകിനെയും അവിടുത്തെ ആളുകളെയും കൂടെ കൂട്ടി വിളിച്ച് അങ്ങനെ ഒന്നിച്ച് അവരുൾപ്പെടെ ആ വലിയ മീൻകൂട്ടം ആമേനാലിനെ ഷെയർ ചെയ്ത് അവരുടെ ജീവിതത്തിലേക്ക് അതൊരു അനുഗ്രഹമായി തീരുവാനിടയായിത്തീർന്നു. ഇതിൽ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്. യേശു ആരാണെന്ന് നമുക്ക് വലിയ ധാരണയൊന്നുമില്ലെങ്കിലും യേശു ഒരു വാക്ക് പറഞ്ഞാൽ അത് ഏറ്റെടുത്താൽ അത് ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരും. അതുകൊണ്ട് നമ്മോട് യേശു എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ ആ വാക്ക് നാം അനുസരിച്ചാൽ അത് നിശ്ചയമായി നമ്മുടെ ജീവിതത്തിൽ വലിയ വിടുതലും അനുഗ്രഹവും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ വാക്ക് നമുക്ക് അനുസരിക്കാം. യേശു നമുക്ക് നന്മയല്ലാതെ ഒരു ദോഷവും ചെയ്യുകയില്ലല്ലോ. ഹല്ലേലൂയ. ഏത് പ്രാർത്ഥനാ വിഷയമായാലും ഏത് ഭാരമേറിയ വിഷയമായാലും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവ് നിശ്ചയമായി നമുക്ക് അതിനുള്ള പരിഹാരം വരുത്തി അത്ഭുതത്തിൻ്റെ വഴിയിൽ കൂടി നമ്മളെ നടത്തും. കരിസ്മ പ്രയർ മിനിസ്റ്ററിൻ്റെ എല്ലാ പ്രാർത്ഥനയും നിങ്ങൾക്ക് ഒപ്പമുണ്ടാകും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് ഉറപ്പ് തരുന്നു. നിങ്ങൾക്ക് ഹല്ലേലൂയ സമാധാനവും സന്തോഷവും അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ആമേൻ. ഈ പുതിയ വർഷത്തിൽ എല്ലാവിധമായ നന്മകളാലും കർത്താവ് ഓരോ പ്രിയപ്പെട്ടവരെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ലഘു സന്ദേശം നിങ്ങൾക്കേവർക്കും പ്രയോജനം ചെയ്യുമെന്ന് അറിയുന്നത് വളരെ സന്തോഷമുണ്ട്. കർത്താവ് എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.